ഹലോ മൈസെൽഫ് മുഹമ്മദ് ആഷിഖ് 2015-17 ബാച്ചിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിസ്റ്ററിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു 2 ഇയേഴ്സാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കാരണം വളരെ വലിയൊരു യൂണിവേഴ്സിറ്റി, ഏതാണ്ട് ഗച്ചിബൗളി സ്റ്റേഡിയം അടക്കം 2800 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസ് എന്നുള്ളതാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു മിനി ഇന്ത്യ അല്ലെങ്കിൽ ഒരു മിനി വേൾഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് വരുന്നതാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ലൈക്ക് നമ്മുടെ ലാംഗ്വേജിനകത്തും നമുക്ക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജുകൾ, ഇപ്പോൾ ഹിന്ദി ആവട്ടെ, അതുപോലെ ഹൈദരാബാദിലെ തെലുങ്ക് പോലത്തെ ലാംഗ്വേജുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും അറ്റ്ലീസ്റ്റ് അതിൽ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലേക്കെങ്കിലും മാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നീട് യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റു സവിശേഷതകൾ എന്ന് പറയുന്നത് അവിടെയുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇന്ത്യയിൽ തന്നെ എമിനൻറ്റ് ഹിസ്റ്റോറിയൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഫാക്കൽറ്റീസായിട്ട് കാണാനായിട്ട് പറ്റും. വളരെ വിശാലമായിട്ടൊരു ലൈബ്രറി, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഹോസ്റ്റലുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഹോസ്റ്റലിലേക്ക് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് വരാം, ഏത് സമയത്ത് നമുക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത്ര എക്സ്പെൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് നമുക്കില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് OBC കാറ്റഗറി ആണെങ്കിൽ 750 രൂപ ഫെലോഷിപ്പായിട്ട് മന്ത്ലി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മെസ് ഫീ അടക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെസ് ഫീ നമുക്ക് അടക്കാൻ പറ്റും. അഡ്മിഷൻ ആണെങ്കിലും വളരെ ചെറിയ ഫീനെ വരുന്നുള്ളൂ. ഹോസ്റ്റലൊക്കെ ആണെങ്കിലും ഒരു സെമസ്റ്ററിന് വളരെ നോമിനൽ ആയിട്ടുള്ളൊരു ഫീ മാത്രമേ നമുക്ക് അടക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ നമുക്ക് നോർത്തിലും സൗത്തിലും ഒക്കെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. രാത്രി ആണെങ്കിലും നമുക്ക് ഒരുപാട് ക്യാൻറ്റീൻസൊക്കെ അവൈലബിൾ ആയിരിക്കും. ലേഡീസ് ഹോസ്റ്റൽ ക്യാൻറ്റീൻ ഉണ്ട്, അതുപോലെ B ക്യാൻറ്റീൻ, C ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് നൈറ്റിൽ വരെ അവൈലബിൾ ആവുന്ന 2 മണിക്കും 3 മണിക്കൊക്കെ അവൈലബിൾ ആവുന്ന ക്യാൻറ്റീനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഹൈറ്റ് ഔട്ട് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ്. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ്. മഷ്റൂം റോക്ക്, അതുപോലെ തന്നെ ഹൈ റോക്ക്, ഒരുപാട് ലേക്കുകൾ, ഇങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് മാനുകൾ, മയിലുകൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ്, ഒരുപാട് ഓഡിറ്റോറിയംസ്, ഒരുപാട് ഫെസ്റ്റുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പസാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത എന്നുള്ളത്. മിക്കവാറും എല്ലാ സെലിബ്രേഷൻസും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ മലയാളികളുടെ ഓണം വരെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈദ്, ദെൻ ഹോളി, ഇങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കും എന്നുള്ളതാണ്. എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളൊക്കെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഹൈദരാബാദ് നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള വളരെ പാരമ്പര്യമുള്ളൊരു നഗരമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ചാർമിനാർ ആവട്ടെ, മക്ക മസ്ജിദ് ആവട്ടെ, ഗോൽക്കൊണ്ട ഫോർട്ട് ആവട്ടെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രദേശങ്ങൾ ഈസിലി ആക്സസിബിൾ ആണ് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ കുറഞ്ഞൊരു ദൂരം മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത്. ഹൈദരാബാദ് എന്നുള്ളത് ബിരിയാണിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ബിരിയാണി എന്ന് മാത്രമല്ല മറ്റൊരുപാട് ഫുഡുകളും ഹൈദരാബാദിൽ പ്രശസ്തമാണ് എന്നുള്ളത് ഹൈദരാബാദ് എത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞിട്ട് പഠനം അവസാനിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നും അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് എൻട്രൻസിന് എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നൊക്കെ അറിയുന്നത്. ആൻഡ് ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ കിട്ടുകയാണെങ്കിൽ പഠിക്കാതെ, അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫൈനലി എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഹൈദരാബാദ് എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രിയുടെ മാർക്ക് എന്നുള്ളത് അവിടെ ഒരു കൺസേണേ അല്ല എന്നുള്ളതാണ്. CUET എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ UG PG തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. സോ കൺക്ലൂഷൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ എയിം ചെയ്തിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. നിങ്ങളെല്ലാവരും തന്നെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.